ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം നമുക്ക് എല്ലാവർക്കും എങ്ങനെ ഓസ്കാർ ക്യാരക്ടർ കിട്ടുമെന്ന്. അതേ ഫ്രണ്ട്സ്, അപ്പോൾ ഗോൾഡ് കോയിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും എങ്ങനെ ഓസ്കാർ ക്യാരക്ടർ എടുക്കാം, പുതിയ ക്യാരക്ടർ, അറൈവൽ അനിമേഷൻ, അതുപോലെ നമ്മുടെ ഗെയിമിലേക്ക് അപ്കമിങ് വരാൻ പോകുന്ന ഈവന്റ്, ഫ്രീ റിവാർഡ്സ് എല്ലാം പറയുന്നുണ്ട്. പിന്നെ ടൂണേറ്റ് അപ്ഡേറ്റ്, നാളെ നമ്മുടെ ഗെയിമിലേക്ക് എന്ത് ഈവന്റ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് അടിക്കാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ വീഡിയോ ആണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എല്ലാവരും ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് ആദ്യം ടൂണേറ്റ് അപ്ഡേറ്റ് നോക്കാം. നാളെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഡാർക്ക് റിംഗ് ഇവന്റ് വരുന്നുണ്ട്. അതാണ് ഫ്രണ്ട്സ്. അപ്പോൾ 6-ാം തീയതി ഏപ്രിൽ 6-ന് ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഡാർക്ക് റിംഗ് ഇവന്റ് ആണത്. അപ്പോൾ ഇതിൽ മെയിൻ റിവാർഡ് എന്ന് വെച്ചാൽ ഈ ഒരു ബണ്ടിലാണ്. ഇതിന്റെ പേരാണ് ഡാർക്ക് മാറ്റർ ബണ്ടിൽ. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല ഡാർക്ക് കളറാണ് ഫ്രണ്ട്സ്. നല്ല അനിമേഷനൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ. നല്ല പുറകിലാണെങ്കിൽ ബണ്ടിൽ ബാക്കിൽ കാണാനൊക്കെ മാസമായിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന റിംഗ് ഇവന്റിൽ നാളത്തെ റിംഗ് ഇവന്റ് ആദ്യത്തെ മെയിൻ ഐറ്റം. അപ്പോൾ നമുക്ക് എന്തോ ഒരു സ്പ്രിൻ്റൊക്കെ ചെയ്യാൻ നേരം. അടുത്ത ബണ്ടിലാണ് FFTC പ്രോ ബണ്ടിൽ. അപ്പോൾ ഇത് വെള്ള കളർ ബണ്ടിലാണ് ഫ്രണ്ട്സ്. ഇത് നല്ല ക്യാപ്പ് ഉണ്ട്, പിന്നെ മാസ്ക് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല, നല്ല അനിമേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും വളരെ മാസമാണ് ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും ഈ 2 ബണ്ടിലായിരിക്കും നാളത്തെ ഗെയിമിൽ വരാൻ പോകുന്ന റിംഗ് ഇവന്റിലെ മെയിൻ ബണ്ടിൽ, മെയിൻ ഐറ്റം. പിന്നീട് ഒരു ദിവസത്തെ ഗ്യാപ്പിൽ, അതായത് ഏപ്രിൽ 8-ന് വരാൻ പോകുന്ന ഒരു ഡാർക്ക് റോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിലാണെങ്കിൽ ഈ ഒരു ഗണ്ണിൻ്റെ സ്കിൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മെയിൻ ഐറ്റം എന്ന് വെച്ചാൽ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്. ഇതിൽ നടുവിലാണെങ്കിൽ ഒരു ഡാർക്ക് സർക്കിൾ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ ബ്ലാക്ക് ഹോൾ എന്നാണ് ഫ്രണ്ട്സ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലൂ വാളിൻ്റെ നടുവിൽ ഈ ഒരു ബ്ലാക്ക് ഹോളൊക്കെ ഉണ്ടാവും ഫ്രണ്ട്സ്. അപ്പോൾ കാണാനൊക്കെ പൊളിയായിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതും വളരെ മാസമായിട്ടുള്ള ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് ഫ്രണ്ട്സ്. ഇത് നല്ല എഫക്റ്റ് ഒക്കെ ഉണ്ട് ഇതിൽ കാണാനൊക്കെ ആയിട്ട്. പിന്നെ M190 M70 ഇല്ലേ കേസ്, ഇതിൻ്റെ ഒരു സ്കിൻ ഉണ്ട് ഫ്രണ്ട്സ്. ഇതിനാണെങ്കിൽ റേറ്റ് ഓഫ് ഫയർ സിംഗിളാണ് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ റീലോഡ് സ്പീഡ് ഡബിൾ ആണ്. പിന്നെ നമുക്കൊരു കട്ടാന സ്കിൻ ഉണ്ട് ഫ്രണ്ട്സ്. ഇതും വോയിഡ് മാറ്റർ എന്നാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതും കൊള്ളാം. ഇതിന് നല്ല അനിമേഷനൊക്കെ ഉണ്ട്, കാണാനൊക്കെ ഇങ്ങനെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതും കൊള്ളാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു. പിന്നെ അതിനുശേഷം നമുക്കൊരു ഫിസ്റ്റ് വരുന്നുണ്ട്, പുതിയ ഫിസ്റ്റാണ് ഫ്രണ്ട്സ്. ഇത് ഏപ്രിൽ 10-ന് വരാൻ പോകുന്ന ഫിസ്റ്റിൻ്റെ ഒരു ഇതാണ് ഫ്രണ്ട്സ്, അതായത് ഫെയർ ഡിവിലാണ്. അപ്പോൾ ഇത് വളരെ മാസം എന്നല്ല, കാണാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പേര് മെറ്റിയോർ പഞ്ച് എന്നാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ പേര്. ദെൻ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മറ്റൊരു നമുക്ക് അറൈവൽ അനിമേഷൻ വരുന്നുണ്ട് ഫ്രണ്ട്സ്. ഇതാണ് ഓവർ ചാർജഡ്. നമുക്കൊരു ഏപ്രിൽ 18 അല്ലെങ്കിൽ 19 ആകുമ്പോഴാണ് ഫ്രണ്ട്സ് ഈ ഒരു ഫിസ്റ്റ് അല്ല, ഈ ഒരു അറൈവൽ അനിമേഷൻ വരിക. ഓവർ ചാർജഡ് എന്നാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ പേര്. അത് OP-ആണ് ഫ്രണ്ട്സ്. ഒരു ഡാർക്കിൻ്റെ തീമിലാണ്, ഡാർക്ക് ആൻഡ് വൈറ്റിൻ്റെ തീമിലാണ് നെക്സ്റ്റ് വരാൻ പോകുന്ന ഈവൻ. അതായത് ഒരുപാട് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് ഡാർക്ക് മാറ്റർ എന്നാക്കിയത്. അതുപോലെ ഏപ്രിൽ 13-നാണെങ്കിൽ ഒരു ഇമോട്ട് വരുന്നുണ്ട് ഫ്രണ്ട്സ്, ഫ്ലാഗ് സമ്മോൺ എന്നാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് വണ്ടർ വാൾട്ട് ഒരു ഈവനിലൂടെ ആയിരിക്കാം നമുക്കൊരു ഇമോട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ആ ഒരു ഇമോട്ട്. ഇങ്ങനെ ഫ്ലാഗ് വലിച്ച് താഴെ വെക്കുന്ന രീതിയിലാണ് ഫ്രണ്ട്സ് ഒരു ഇമോട്ട് ഉള്ളത്. ദെൻ ഫ്രണ്ട്സ് അടുത്ത പോസിബിൾ ആയിട്ടുള്ള എവോ വാൾട്ട് ഇതാന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ ഡാറ്റ മിനേഴ്സ് ഒക്കെ എല്ലാവരും. അപ്പോൾ ഇതിലാണെങ്കിൽ ഇവിടെ നമുക്ക് കോബ്ര M40 കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കേസ്, ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം. അപ്പോൾ ഇത് നെക്സ്റ്റ് വരുന്ന എവോ വാൾട്ട് ഇവനിൽ കാണാൻ സാധിച്ചേക്കാം. ദെൻ എവോ XM8. അപ്പോൾ ഇതിൻ്റെയും ആട്രിബ്യൂട്ട്സ് പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ എടുക്കാനൊക്കെ ഒരുപാട് പ്ലേയേഴ്സിന് ആഗ്രഹം ഉണ്ടായിരിക്കാം. അതായത് അപ്പോൾ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഇത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് കൺഫർമേഷൻ ലഭിച്ചാൽ അറിയിക്കാം. പിന്നെ നമുക്ക് ഇതൊക്കെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് നെക്സ്റ്റ് വരാൻ പോസിബിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡാറ്റ മൈനേഴ്സ് എല്ലാവരും. അപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ഓസ്കാർ ക്യാരക്ടർ, അപ്പോൾ മിഡ് നൈറ്റ് ACMലായിരിക്കും നമുക്ക് ഒരു ഓസ്കാർ ക്യാരക്ടർ വരിക. മിഡ് നൈറ്റ് ACMൻ്റെ ആരംഭിക്കുന്നത് ഏപ്രിൽ 25-നാണ്. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ന്യൂ ക്യാരക്ടർ ഓസ്കാറും ഉണ്ടാവും ഈ ഒരു ഈവൻറ്റിൽ. ഗെറീനയും പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ 25-ന് വരുമെന്ന് ഫ്രണ്ട്സ്. അതുപോലെ ഇവിടെ ടച്ച് ചെയ്താലും കാണാൻ സാധിക്കും ഇതിൻ്റെ എബിലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏപ്രിൽ 25-നാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ബ്രോ ഇത് കിട്ടുക നിങ്ങൾ ചോദിച്ചാൽ, ഫ്രീ ആയിട്ട് എങ്ങനെ കിട്ടും ബ്രോ എന്ന് ചോദിച്ചാൽ 2 രീതിയിലായിരിക്കും ഫ്രണ്ട്സ് ഈ ഒരു ക്യാരക്ടർ കിട്ടുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് എന്തായാലും മിഡ് നൈറ്റ് ACM വരണം. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് മൈൽ സ്റ്റോൺ കാണാൻ സാധിക്കും ഫ്രണ്ട്സ്. ഇവിടെ നമുക്ക് വലതു ഭാഗത്ത് ഈ 4ാമത്തെ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റിൽ കിട്ടുക നമുക്ക് ഓസ്കാർ ക്യാരക്ടർ ആയിരിക്കാമെന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ ഡാറ്റാ മിനേഴ്സ് എല്ലാവരും. അപ്പോൾ ഈ ഒരു ക്രേഡ്സിൻ്റെ അകത്ത് ദെൻ അത് കഴിഞ്ഞിട്ട് ഗെയിമിലോട്ടാണെങ്കിൽ നമുക്കൊരു 12,000 അല്ലെങ്കിൽ 15,000 കോയിൻ കൊടുത്താൽ നമുക്ക് നമ്മുടെ സ്റ്റോറിലോട്ടാണെങ്കിൽ ഒരു ഓസ്കാർ ക്യാരക്ടർ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു 10,000 അല്ലെങ്കിൽ 15,000 ഗോൾഡ് കൊടുക്കാൻ നേരത്ത് നമുക്കിത് ക്ലെയിം ചെയ്യാൻ സാധിക്കും ഈ ഒരു ഓസ്കാർ ക്യാരക്ടർ. ഇങ്ങനെയായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓസ്കാർ കിട്ടുക, അതായത് ഓസ്കാർ അവാർഡ് അല്ല, ഓസ്കാർ ക്യാരക്ടറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? സോ ഇതൊക്കെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് അപ്കമിങ് വരാൻ പോകുന്ന ഈവൻറ്റുകൾ, ഫ്രീ റിവാർഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ പുതിയ ക്യാരക്ടർ ഇതൊക്കെയാണ്. അപ്പോഴൊക്കെ ഫ്രണ്ട്സ് നിങ്ങളെ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശം താഴെ കമൻറ്റിൽ അറിയിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ അടിക്കുക വീഡിയോ. പിന്നെ സബ് ചെയ്യാൻ മറക്കല്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ അടിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ പറ്റിയ വീഡിയോ. സൈനിങ് ഓഫ്.